ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളെ KP വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കൂന്തൽ നിറവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് മുന്നായിട്ട് നല്ല ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ അപ്പോൾ കൂന്തൽ വലുതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് കൂന്തൽ വലുത് കിട്ടിയപ്പോൾ ഞാനൊന്ന് കൂന്തൽ നിറവ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കൂന്തളാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലൊക്കെ പാടൊന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമൊന്നും വേണ്ട. പിന്നെ നമ്മളിതിൽ കൂന്തളിൻ്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇതിലിട്ട് വേവിക്കാൻ വെക്കണം. അത് കാരണം കൊണ്ട് നല്ല പോലെ ഉള്ളി വഴന്ന് വരുമൊന്നും വേണ്ട കേട്ടോ. അപ്പം മസാലപ്പൊടികൾ എന്തൊക്കെ ചേർത്തിക്കണമെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഗരം മസാലയും കൂടിയാണ്, മല്ലിപ്പൊടിയും കൂടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തില്ല, കുരുമുളക് ചേർത്തത് കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയിട്ട് പിന്നെ നമ്മളിതിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ സമയം നമ്മൾ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ അടച്ച് വെച്ച് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിക്ക് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിടി തേങ്ങയും പിന്നെ കുറച്ച് വലിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ അതാ വെള്ളമൊക്കെ വറ്റി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളതിൽ അരപ്പും കൂടെ അതിക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ സമയത്ത് നമ്മളിത് തക്കാളിയൊന്നും ചേർക്കൂല. അപ്പോൾ അത് കാരണം വേണ്ടവർക്ക് ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടവർ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കെച്ചപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ തേങ്ങ ചതച്ച് വെച്ചതും കൂടെ ഒന്ന് അതിക്കിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ പോയിട്ട് നല്ല എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്ന മാതിരി വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. ഇപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ വറ്റി ഏകദേശം എണ്ണ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അത് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമുക്ക് കൂന്തളിൻ്റെ ഉള്ളിൽ നിറച്ചെടുക്കാൻ കഴിയുള്ളൂ. ചൂട് കൊടുക്കാൻ അതിൻ്റെ ഉള്ളിൽ നിറക്കാൻ കഴിയൂലല്ലോ. പിന്നെ കൂന്തളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ സ്പൂണൊന്നും കൊള്ളൂല്ല, ചെറിയ സ്പൂൺ വെച്ചിട്ട് നിറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിറച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഇതിലിങ്ങനെ സ്പൂൺ വെച്ചിട്ടൊക്കെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ സ്പൂണാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് അടിഭാഗത്തേക്കൊക്കെ അങ്ങനെ തള്ളി കൊടുക്കണം കേട്ടോ. എന്നിട്ടത് ഫുള്ളായിട്ട് നിറക്കണം. അതിൻ്റെ തലഭാഗം അതിന് മേലെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് മതി കേട്ടോ. പിന്നെ നമ്മളതവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടൂത്ത് പിക്കൊക്കെ ഇട്ടുകൊണ്ട് അതൊന്ന് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ എല്ലാം അതും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ കാണുമ്പോൾ എത്ര റിസ്ക് ആണത് ഉണ്ടാക്കാനെന്നൊക്കെ. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറത്തൊന്നും പോയിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങി കഴിക്കണ്ട. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം, പിന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതാ എല്ലാം അതും ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അതിൽ നമ്മളൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ആ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ വെള്ളം നമുക്ക് മസാലയിൽ ഇതിഞ്ഞൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ കുറച്ച് വെച്ചിട്ട് 2 വിസിലും അടിച്ചപ്പോൾ തന്നെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെന്ത് വന്നപ്പോൾ നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് കേട്ടോ. അപ്പോൾ പാനിൽ നമ്മളൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ കാശ്മീരി മുളക് പൊടി തന്നെ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എരിവുള്ള മുളക് പൊടി വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ഒന്നും കൂടെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് വീഡിയോയിലൊക്കെ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ ഒരാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കോരി ഒഴിവാക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മൾ വേവിച്ചെടുത്തപ്പോൾ കുക്കറിലുള്ള വെള്ളം, ആ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അതൊക്കെ വറ്റിയതാ സെറ്റായി വന്നിക്കണം. ഇനി ഇത് നമ്മൾ കൂന്തൾ അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റും. ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബീച്ചിലൊക്കെ പോയി, കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള സാധനമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പാനോടൊന്ന് ടേസ്റ്റ് നോക്കിയെന്ന് പറയാണ്. അപ്പോൾ ഇപ്പൊക്ക് വേണ്ട ഈ ടൈമിനെന്നൊക്കെ പറഞ്ഞു, അല്ല നിങ്ങൾ കഴിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.